മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനെതിരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആരോപണങ്ങളുടെ പടുകുഴിയിൽ പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷയുമില്ലാണ്ടാണ് മോഹൻലാൽ അടക്കമുള്ള ആളുകൾ അമ്മയുടെ ഈ പ്രധാനപ്പെട്ട പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോലും ഇറങ്ങിപ്പോയത്, രാജിവെച്ച് പോയത് എന്നുള്ളതിൽ തർക്കമില്ല. എന്താണ് ജനങ്ങളോട് മറുപടി പറയാനുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇത്. ആരോടും, മാധ്യമപ്രവർത്തകരോടോ ജനങ്ങളോടോ അല്ല മറുപടി പറയേണ്ടത്. കോടതിയിൽ സത്യം തെളിയട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് മോഹൻലാൽ അടക്കമുള്ള മുൻ പ്രസിഡന്റിന് അടക്കം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം വലിയ രീതിയിലാണ് ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളല്ല, നിരവധി സ്ത്രീകൾ, യുവ നടിമാർ, അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്ന വലിയ ഭീകരമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു ആരോപണം ഒറ്റ കാര്യം മാത്രമാണ്. തൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു യുവനടിയുടെ അമ്മയെ വീട്ടിൽ കയറി പിടിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ്. ഈ പ്രമുഖ നടന്റെ പേര് പറയുന്നില്ല. ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിട്ട് വരും എന്നുള്ള സംഭവങ്ങൾ. അപ്പൊ വീട്ടിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒരു നിലപാട്, ഇപ്പോൾ CPM ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടില്ല. സാധാരണ ഈ സോളാർ വിഷയമൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറായിട്ടുള്ള സംഘടനയാണ് DYFI. അദ്ദേഹത്തിന്റെ വാഹനം അടിച്ചു തകർത്തു, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചില്ലുകൾ തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ, താങ്കൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ പരാതിയില്ല, ഞാനതിൽ ക്ഷമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്, അവർക്കൊരു തെറ്റുപറ്റിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് DYFIയുടെ ആ പ്രവർത്തകരോട് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം രോക്ഷാകുലരായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള CPM, DYFI, അതുപോലെ തന്നെ SFI, നവോത്ഥാന നായകന്മാരെന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളും തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളായിട്ടൊന്നും വരുന്നില്ല. ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ള വിഷയം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതിൽ ചില ജനപ്രതിനിധികൾ കൂടി ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങളടക്കം പറഞ്ഞ് മുന്നോട്ട് വരുന്ന, പ്രതിഷേധിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിച്ചുകൊണ്ട് മാത്രം വരിക, അതിൽ മാത്രം ഒരു സുഖം കാണുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ, വാർത്തകൾ വരുമ്പോൾ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിലേക്ക് മാത്രം കണ്ടുപോകുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഈ പ്രതിരോധങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാനും വൃത്തികേടുകൾ ചെയ്യാനും സ്ത്രീകളുടെ സുരക്ഷയിൽ ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കാതെ, അവർക്കൊരു പട്ടിയുടെ പോലും വില കൊടുക്കാതെ നിരന്തരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഒരുപാട് ആളുകളുടെ തൊഴിലിനെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അവർ നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ പരിശ്രമത്തിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ഹീനമായിട്ടുള്ള നടപടികൾ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനം, ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ പവർ ഗ്രൂപ്പുകളുടെയൊക്കെ പ്രവർത്തന സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് മലയാള സിനിമാ മേഖല പോയിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പൃഥ്വിരാജ് ഒരു പ്രസ്താവനയുമായിട്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് തനിക്ക് നേരെ ഒരു പവർ ഗ്രൂപ്പിന്റെയും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. പക്ഷെ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് താൻ അതിൽ ഉറപ്പ് നൽകാനും തനിക്കതിന് അവകാശമില്ല. പക്ഷെ ഇല്ല എന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് കൂടി പറഞ്ഞു. കാരണം മറ്റുള്ളവർക്ക് ഇതുപോലെ ഒരു കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആളുകളാണ് അതറിയേണ്ടത് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർ അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിയണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത്. പക്ഷെ
പൃഥ്വിരാജ് പറയുമ്പോൾ പൃഥ്വിരാജ് ഒരു കാര്യം കൂടിയും അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിച്ചു. തന്റെ ഇൻഡസ്ട്രിയിൽ താൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ആ സംവിധാനവുമായിട്ട് ആ ഒരു ചെറിയ ഒരു ചുറ്റപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയം എത്ര മണിക്കൂറാണോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ദിവസങ്ങളാണ് എടുക്കുന്നത്, ആ സമയത്ത് അവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ താൻ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിറവേറ്റാൻ എനിക്ക് സാധിക്കും, ഞാനാണ് അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ ഒരു പ്രസ്താവനയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമ സംവിധാനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ മയക്കുമരുന്ന് കൊടുത്ത് ഈ സിനിമാ മേഖലയിൽ ഒരു വ്യക്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ പ്രധാനപ്പെട്ട നായകന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഒരു നിഗൂഢമായിട്ടുള്ള ശക്തി ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ചൂഷണങ്ങൾ നടത്താൻ വേണ്ടി, സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉത്തരവാദികൾ ഇവരാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ സാധിക്കും? ഒരു ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുന്ന അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് ആകെ ചെയ്യാൻ സാധിക്കുന്നത് രാജിവെച്ച് പോവുക എന്നുള്ളതാണ്. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു നടപടി എടുക്കാനൊന്നും ഈ പറയുന്ന മോഹൻലാൽ ആരാണ്? അത് നിയമപരമായിട്ട് നേരിടണം. പിന്നെ നിരന്തരമായിട്ട് സ്വസ്ഥമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കാത്ത തരത്തിലേക്ക് ആരോ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അതിൽ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും മാധ്യമ വേട്ട നടക്കുന്ന സമയത്ത് രാജിയല്ലാതെ മറ്റൊരു കാര്യവുമില്ല. പക്ഷെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു യുവനടിയുടെ അമ്മയെ പോലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഹീനമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ചിരിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനങ്ങളാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത്, ജനങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു വിഷയം കൂടി മൊത്തത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കണം. വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ അമ്മ തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇതിൽ രാജിവെക്കാനായിട്ട് ചില ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിൽ രാജിവെക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചു എന്നുള്ള രീതിയിലേക്കാണ്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കൂടിയത് പോലും അല്ലെങ്കിൽ പിരിച്ചുവിട്ടത് പോലും തങ്ങളോട് പോലും അന്വേഷിക്കാതെയാണ്, അറിയിക്കാതെയാണെന്നുള്ള നിലപാടുകളൊക്കെ നിരന്തരമായിട്ട് എടുക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുമ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ലക്ഷ്യം വെച്ചത് എന്താണോ അമ്മയെ തകർക്കുക എന്നുള്ള നിലപാടാണ്. അത് ഇപ്പൊ സന്തോഷകരമായിട്ട് അത് നടന്നിരിക്കുന്നു. അവരിപ്പോ വലിയ രീതിയിൽ സന്തോഷിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ള ഒരു സംഭവം മാത്രമേ നമ്മൾക്കുണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് നേരെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ മൗനം നടിക്കുക എന്നുള്ള നിലപാടിലേക്ക് ഏത് സംവിധാനം പോയാലും അത് ഗുരുതരമായിട്ടുള്ള പ്രതികരണങ്ങളും 40-50 വർഷമായിട്ട് പരിചയമുള്ള ആളുകൾക്കെതിരെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെച്ച് പോവുക എന്നുള്ളത് മാത്രം, അങ്ങനെയുള്ളൊരു നിലപാടിലേക്ക് അമ്മ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വാഭാവികമായിട്ടുള്ള ഒരു നിലപാട് മാത്രമായിട്ട് കാണാറുള്ളൂ. പക്ഷെ പരാതി വന്ന സമയത്ത് ഇതിൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഈ പരാതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം ചില ആളുകൾ അത് പുറത്ത് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ മലയാള സിനിമ താര സംഘടന അത് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഫസ്റ്റ്